മച്ചന്മാരെ എല്ലാവരും കഴിച്ചുകൊണ്ടിട്ട് താർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ ചാള കാശ് ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. മുട്ടൻ ഏരിയകളൊക്കെ ഇവിടെ മടകൾ പതുങ്ങിയിരിക്കുന്നുണ്ട്. അവന്മാർ നമ്മുടെ ചാള ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല, ഉറപ്പാടും കയറി തന്നെ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഇനി അടുത്തടി ആരുടെ ചൂണ്ടയിലാണ് പൊട്ടുകയെന്ന് മാത്രം നോക്കിയാൽ മതി. നിരന്ന് നിന്ന് ശരിക്കും ഈ ചൂണ്ടക്കളം നമ്മുടെ ചൂണ്ടപ്പുലികൾ വളഞ്ഞിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീബാർ സ്ട്രൈക്ക് നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അടിക്കുന്നതെല്ലാം നല്ല സൂപ്പർ മീനുകളാണ് ഇവിടുന്ന്. അപ്പോൾ അടുത്തടി പൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ്. എല്ലാവരും ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഫ്ലോട്ട് മീൻ അടിച്ച് താത്തുമ്പോൾ തന്നെ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് അവന്മാരെ ചൂണ്ടയിൽ ലോക്കാക്കണം. നല്ല സൂപ്പർ സൈസ് മീനുകൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ മീനുകളുടെ ആക്ടിവിറ്റി നമുക്കിന്ന് വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അടിക്കുന്ന മീനുകളെ കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്ത് കരയിൽ കയറ്റണം, ഇല്ലെങ്കിൽ മീൻ മിസ്സാവാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ സംശയ ചേട്ടൻ ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കുകയാണ്. 1 ഗ്രാമിൻ്റെ ഫ്ലോട്ടാണ് സംശയമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു മീൻ കൊത്തുമ്പോൾ പോലും കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഹുക്കപ്പ് കൊടുത്ത് അവനെ കരയിൽ കയറ്റാനും പറ്റും. അപ്പോൾ സംശയ ചേട്ടൻ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും ചെപ്പേരികൾ വെള്ളത്തിൻ്റെ അടി കിടന്ന് കളിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവന്മാർ നമ്മുടെ ബേറ്റ് ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല, ഉറപ്പായിട്ടും കയറി സ്ട്രൈക്ക് ചെയ്യും. മച്ചന്മാരെ അങ്ങനെ നമ്മുടെ അശ്വിന് ഒരു പൊളി നച്ചറ അടിച്ച് കയറിയിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളാണ് നച്ചറുകൾ. അതുകൊണ്ട് തന്നെ മറൈൻ അക്വേറിയത്തിൽ ഇട്ട് പോലും ഇവർ നമ്മൾ വളർത്താറുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ പൊട്ട് ശരിയല്ല. നമ്മൾ കരയിൽ അടിച്ച് കയറിയിട്ടാണെങ്കിലും ഇവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. മുള്ളു കൊണ്ടിട്ടുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഇപ്പം തന്നെ മീൻപിടുത്തം നടത്തി വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ നച്ചറ തന്നെ കൊല്ലിലേക്ക് മാറ്റുവാണ്. മച്ചന്മാരെ ഏരിക്ക് വേണ്ടി അയ്യപ്പൻ ചേട്ടൻ ചാളപ്പീസ് കാശ് തരാനായിട്ട് പോവാണ്. മുട്ട മീനുകൾ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഏരികളും ചെമ്പല്ലികളൊക്കെ ഇവിടെ മടയിലാണ് ഉണ്ടാവുക. നമ്മുടെ ചാളപ്പീസ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മടയിൽ ഇരുന്ന് പോലും അവർക്ക് അത് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. മീനടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവന്മാരെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. നല്ല സൈസ് ഏരികളൊക്കെ ഇവിടെ നിന്ന് കയറി അടിക്കും. അതുകൊണ്ട് തന്നെ ഡ്രാഗ് ഒരു പൊടി ലൂസാക്കി ഇടാൻ പാടുള്ളൂ. നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ബെയ്റ്റ് എടുത്തുകൊണ്ട് നേരെ മടയിലേക്ക് ഓടി കയറും. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം പൊള്ളോട് ഉപയോഗിച്ച് മാരക വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരുടെ ചൂണ്ട വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും അടിപെട്ടാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എല്ലാവരും ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് നിൽക്കുന്നത്. നല്ല ചിമിട്ട മീനുകളാണ് ഈ കല്ലുള്ള പ്രദേശത്തിൻ്റെ അടുത്തുകൂടി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പുഴിമുഖമാണ്. അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കൂട്ടമായിട്ട് തന്നെ വറ്റകളൊക്കെ ഇങ്ങോട്ട് കയറി വരും. അവർ വരുന്ന സമയത്ത് നമ്മുടെ ബെയ്റ്റ് അവരുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് കയറി അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് രമേശ് ചേട്ടനും അതുപോലെ തന്നെ സംശയമായിട്ടും നിൽക്കുന്നത്. അടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീവാറ് ഹുക്കപ്പ് ഏത് നിമിഷം വേണമെങ്കിലും ഇവിടുന്ന് പ്രതീക്ഷിക്കാം. മച്ചന്മാരെ അങ്ങനെ നമുക്കൊരു വറ്റ അടിച്ച് കയറിയിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ഹുക്ക് വെട്ടി വായിലാക്കി കളഞ്ഞു. എന്തായാലും ചെമ്മീനിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഈ വറ്റയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു വറ്റ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചറപറ അവിടുന്ന് വറ്റ കയറിക്കൊണ്ടിരിക്കും. കൂട്ടമായിട്ടാണ് ഈ വറ്റകൾ ഇതിലൂടെ കറങ്ങി നടക്കുക. അപ്പോൾ നിസാരൊക്കെ വറ്റനെ കൊല്ലേക്ക് മാറ്റുവാണ്. മച്ചന്മാരെ അപ്പോൾ നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ അടുത്ത മീനെ പിടിക്കാനായിട്ട് ചൂണ്ട ഇറക്കിയിരിക്കുകയാണ്. വലിയൊരു 5 ഗ്രാമിൻ്റെ ഫ്ലോട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീനത് അടിച്ച് താത്തുമ്പോൾ തന്നെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. തൊട്ടപ്പുറത്ത് നമ്മുടെ സുധീറൊക്കെയും അതുപോലെ തന്നെ നിസാറൊക്കെയൊക്കെ വെയിറ്റിങ്ങിലാണ് മീനടിക്കാനുള്ളത്. അപ്പുറം നമ്മുടെ സംശയചേട്ടനും വെയിറ്റിങ്ങിലാണ്. ആർക്കാണ് അടി പൊട്ടുകയെന്ന് മാത്രം നോക്കിയത്. ഇനി മച്ചന്മാരെ അങ്ങനെ നമുക്കൊരു വെറൈറ്റി മീൻ അടിച്ച് കയറിയിരിക്കുകയാണ്. ഇത് പഫർ ഫിഷ്, ബലൂൺ ഫിഷ് എന്നൊക്കെ പറയുന്ന മീനാണ്. ഇവരെ ആരെങ്കിലും ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ശരീരം ഇവർ എയർ പിടിച്ച് ഒരു ബലൂൺ പോലെ വീർപ്പിക്കും. പക്ഷേ ഇവരെ കഴിക്കാനായിട്ട് കൊള്ളത്തില്ല. നമ്മൾ കിട്ടിക്കഴിഞ്ഞാലും റിലീസ് ചെയ്യാനാണ് പതിവ്. ഈ ജപ്പാൻകാരൊക്കെ ഇവരെ കഴിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ മാറ്റിയതിന് ശേഷമാണ് അവർ കഴിക്കാറ്. പക്ഷേ നമ്മളിവരെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുക.